ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ പച്ചമാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും പച്ചമാങ്ങക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടുക് മാങ്ങ എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ നാട്ടിലും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പല രീതിയിലാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പച്ചമാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. അതാദ്യം അതിലേക്ക് അരക്കപ്പ് അളവിൽ ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞതാണ് കേട്ടോ, ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നുമില്ല. അതിലേക്ക് മാങ്ങ ഇതുപോലെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക്, പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവിലാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഈ ബൗളിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് താളിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2-3 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയുടെയൊക്കെ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യണത്, മാങ്ങയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് വഴിച്ചിട്ട് ചെയ്താലും ഇപ്പോൾ പല രീതിക്കാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് പതിയെ വാടി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം മാങ്ങ. അപ്പോൾ നല്ല കുറുകി നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. ഈ ഒരു സമയം ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇടുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് മാത്രം കൂട്ടി ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഊണിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ മാങ്ങ സീസണിൽ മാങ്ങയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെനച്ച മാങ്ങ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.